ഒരു ചെറിയ വചനം പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ യഹൂദന്മാരുടെ രാജാവായ യേശുക്രിസ്തു ജനിച്ചു എന്ന അറിഞ്ഞ ആ വാർത്ത അറിഞ്ഞുകൊണ്ട് ജ്ഞാനികൾ ആ യേശുവിനെ കാണുവാൻ വേണ്ടി പുറപ്പെട്ട് ഹെറോദോസിന്റെ അടുത്ത് വരികയാണ്. അപ്പോൾ ഹെറോദോസ് ആ രാജ്യത്തിന്റെ രാജാവാണ്. അപ്പോൾ ഹെറോദോസ് അറിയുകയാണ് ഇങ്ങനെ യേശു എന്ന് പറയുന്ന ഒരു രാജാവ് ജനിച്ചിട്ടുണ്ടെന്ന്. അത് ഹെറോദോസിനെ സംബന്ധിച്ച് ഒരിക്കലും ഉൾക്കൊള്ളാൻ സാധിക്കത്തില്ല. കാരണം ഹെറോദോസിനെക്കാളും വലിയൊരു രാജാവ് ഇവിടെ ഉണ്ടാകാൻ ഒക്കത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഹെറോദോസിന് ഒറ്റ ആഗ്രഹമുള്ളൂ, അങ്ങനെ ഒരുത്തൻ ജനിച്ചെങ്കിൽ അവനെ കൊന്നുകളയണം എന്ന് ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് ഈ ജ്ഞാനികൾ ഹെറോദോസിന്റെ അടുത്ത് ചെല്ലുന്നത്. അപ്പോൾ ഹെറോദോസ് പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ അവൻ എവിടെയാണ് ജനിച്ചതെന്ന് അറിഞ്ഞ് നിങ്ങൾ പോയി തിരക്കി അന്വേഷിച്ചിട്ട് എവിടെയാണെന്ന് കണ്ടു കഴിയുമ്പോൾ എന്നോടും കൂടി വന്ന് ഈ വിവരം അറിയിക്കണം, എനിക്കും ഒന്ന് പോയി കാണണം എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു. അങ്ങനെ ഇവർ പോകാൻ ആരംഭിക്കുമ്പോൾ ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് ഒരു നക്ഷത്രം ഇവരെ അനുഗമിക്കുകയാണ്. ആ നക്ഷത്രം ഇവരെ നയിച്ചുകൊണ്ട് ബേത്ലഹേമിൽ യേശു ജനിച്ച ആ സ്ഥലത്ത് ഇവരെ ജ്ഞാനികളെ എത്തിച്ചു. അങ്ങനെ ഈ ജ്ഞാനികൾ യേശുക്രിസ്തുവിനെ കാണുകയും യേശുവിനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തതിനു ശേഷം ഇവർ യേശുവിനെ കാണാൻ വന്ന വഴിയെ അല്ല ഇവര് മടങ്ങിപ്പോയത്, ഇവർ വേറെ ഒരു വഴി തെരഞ്ഞെടുത്ത് പോയി എന്നാണ് വചനം പറയുന്നത്. കാരണം ഇവർ വന്ന വഴിയെ മടങ്ങിച്ചെന്നാൽ ഈ ഹെറോദോസിനെ കാണും. ഹെറോദോസിനോട് ഈ വിവരം മുഴുവനും പറയേണ്ടി വരും. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ഹെറോദോസ് ഈ കുഞ്ഞിനെ കൊന്നുകളയുമെന്ന് ഈ ജ്ഞാനികൾക്ക് അറിയാമായിരുന്നതുകൊണ്ട് അവർ വേറെ ഒരു വഴിയെ പോയി. പറഞ്ഞു വന്നത്, ഈ ക്രിസ്മസിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, 1995 ഞാനും ഇതുപോലെ യേശു ജനിച്ചിട്ടുണ്ട് എന്ന് അറിഞ്ഞ് ഡിവൈൻ ധ്യാനകേന്ദ്രത്തിലേക്ക് കടന്നിരുന്നു. ആ ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൽ ചെന്നു കഴിഞ്ഞപ്പോൾ യഥാർത്ഥ യേശുവിനെ ഒരു ക്രിസ്ത്യാനിയായി ഞാൻ കണ്ടെത്തിയപ്പോൾ, പ്രിയപ്പെട്ടവരെ, ആ പഴയതായ കുറെ ഹെറോദോസുമാരുമായിട്ടാണ് ഞാൻ നടന്നുകൊണ്ടിരുന്നത്. മദ്യം, ലോകത്തിന്റെ മ്ലേച്ഛമായ കുറെ ഹെറോദോസുമാര് എന്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇനിയും ആ ഹെറോദോസുമാരെ ചുമന്നുകൊണ്ടുപോയാൽ എന്റെ യേശുവിനെ കൊന്നുകളയേണ്ട അവസ്ഥയുണ്ടാകും. അപ്പോൾ ഞാൻ വേറൊരു വഴിയെ പോയി. അതായത് ആ പാപകരമായ മാർഗങ്ങളിൽ ഉള്ള മേഖലകളിലേക്ക് ഞാൻ പിന്നെ തിരിച്ചു ചെന്നില്ല. അന്നു മുതൽ ഞാൻ ഒരു പുതിയ മനുഷ്യനായി ജീവിക്കുവാൻ തീരുമാനമെടുത്തു. ആ വഴിയെ, പുതിയൊരു വഴിയെ ഞാൻ യാത്ര ചെയ്യാൻ തുടങ്ങി. ഇന്നുവരെയും ആ പുതിയ വഴിയിലൂടെയാണ് ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളോടും എനിക്ക് പറയാനുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ. ഇന്നുവരെയുള്ള ക്രിസ്മസിലും നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങൾ മദ്യത്തിന്, വ്യഭിചാരത്തിന്, പലിശയ്ക്ക് പണം കൊടുക്കുന്ന അവസ്ഥയ്ക്ക്, വെറുപ്പും വൈരാഗ്യം, വിദ്വേഷം, ഇങ്ങനെയുള്ള അവസ്ഥയിലായിട്ടാണ് നിങ്ങൾ ഈ ക്രിസ്മസും ആഘോഷിക്കുന്നെങ്കിൽ, പ്രിയപ്പെട്ടവരെ, എനിക്കൊരു കാര്യം നിങ്ങളോട് ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ചെയ്യേണ്ടത്, ഈ മേഖലകളിൽ ഈ ഹെറോദോസുമാരുമായിട്ടാണ് നിങ്ങൾ നടക്കുന്നെങ്കിൽ ആ ഹെറോദോസുമാരുടെ അരിക്കിലേക്ക് ഇനി മടങ്ങിപ്പോകാതെ ഈ യേശുക്രിസ്തുവിനെ ഞാൻ ഇപ്പോൾ പാടുന്ന ഈരടിയോട് ചേർന്ന് നമുക്ക് പാടി നമുക്കൊരു തീരുമാനമെടുക്കാം. തീരുമാനം ചെയ്തു മേലിൽ പിന്നിലേക്കില്ലൽപ്പവും, തീരുമാനം ചെയ്തു മേലിൽ പിന്നിലേക്കില്ലൽപ്പവും. എന്റെ മുൻപിൽ ലോകമാണ്, എന്റെ പിന്നിൽ ക്രൂശതും, തീരുമാനം ചെയ്തു മേലിൽ പിന്നിലേക്കില്ലൽപ്പവും. അനുദപിച്ചാൽ പാപമോക്ഷമുണ്ട്, മനം തകർന്നാൽ അവൻ അരികിലുണ്ട്. അനുദപിച്ചാൽ പാപമോക്ഷമുണ്ട്, മനം തകർന്നാൽ അവൻ അരികിലുണ്ട്. വിശ്വസിച്ചാൽ മഹത്വം കാണും നിശ്ചയം, നിത്യഭവനത്തിൽ നിത്യവാസം നിശ്ചയം.
വിശ്വസിച്ചാൽ മഹത്വം കാണും നിശ്ചയം, നിത്യഭാവനത്തിൽ നിത്യവാസം നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അത് നിശ്ചയം.